ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മത്തയുടെ ഇലയും കൊണ്ടിട്ടാണ്. മത്തങ്ങ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടോ? എന്നാൽ മത്തങ്ങയുടെ ഇല നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു മത്തങ്ങയുടെ ഇല ഉപയോഗിച്ചിട്ട് കറി വയ്ക്കുന്നത്. അതിന് ആദ്യമായി മത്തങ്ങയുടെ ഇല ഇങ്ങനെ മെല്ലെ മെല്ലെ നുറുക്കിക്കൊണ്ടിരിക്കുക. കത്തി ഉപയോഗിച്ച് നുറുക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചു, പക്ഷേ അച്ഛൻ പറഞ്ഞു കത്തി ഉപയോഗിച്ച് നുറുക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് പോകുന്നു. അപ്പം നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ അതിന് തണ്ടുപെടാത്ത രീതിയിൽ ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുക. ആദ്യം 2-3 ഇലയൊക്കെ മുറിക്കാൻ കുറച്ച് പ്രശ്നമുണ്ടായി. പിന്നെ നമ്മൾ എക്സ്പെർട്ടായി നല്ല രീതിയിൽ ഇങ്ങനെ മുറിച്ചു തുടങ്ങി. തണ്ട് പെടാതെ മുറിക്കണം, അതിലാണ് കാര്യം. പിന്നെ നമ്മൾ അവിടെ നിന്ന് അമ്മ അടുക്കളയിൽ നിന്ന് എണീപ്പിച്ച് വിട്ടു. കാരണം അമ്മയ്ക്ക് അവിടെ പണിയുണ്ട്, ഞങ്ങളെ തിരിഞ്ഞ് നടക്കാൻ വയ്യ. അപ്പം ഞാൻ അച്ഛനും നേരെ ഹാളിലേക്ക് പോന്നു. പിന്നെ അവിടെ ഇരുന്നിട്ടായി നുറുക്കൽ. അങ്ങനെ നുറുക്കലൊക്കെ കഴിഞ്ഞ് ഇല എത്രയുണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇലയെല്ലാം നുറുക്കി വേറൊരു പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത് ഇല തികഞ്ഞില്ല. പിന്നെ ലാസ്റ്റ് ഇത്ര മതിയെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇല എടുത്ത് കഴുകാൻ പോയി. കഴുകണത് ഞാനല്ല, അമ്മയാണ് വാഷ് ചെയ്യണത്. അപ്പോൾ അമ്മ തിരിച്ചും മറിച്ചൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്. എന്തായാലും പിന്നെ നന്നാക്കൽ മാത്രം നമുക്കുള്ളൂ കേട്ടോ. ബാക്കി പണികളൊക്കെ അമ്മയെ ചെയ്യുക, കഴുകലും കറി വയ്ക്കലൊക്കെ അത് പിന്നെ അമ്മയുടെ ഡ്യൂട്ടിയാണല്ലോ, അമ്മ ചെയ്യും. അങ്ങനെ നമ്മൾ കറി വയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആവശ്യമായ ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചീഞ്ചട്ടിയിലേക്ക് ഇടുകയാണ്. അതൊന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഉള്ളി മൂപ്പിക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം വെളിച്ചെണ്ണയിൽ ഉള്ളി ഇങ്ങനെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ചതച്ച മുളകില്ലേ, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നല്ല പോലെ ഇങ്ങോട്ട് മിക്സാക്കി ഇളക്കുക. ഉള്ളിയും മുളകും വെളിച്ചെണ്ണയും കൂടി മിക്സായി നല്ല സ്മെല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ ഇല ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കാണുമ്പോൾ ഒരുപാട് ഇലയുള്ള പോലെ തോന്നും, പക്ഷേ ഇത് ഉപ്പേരി വെച്ച് വരുമ്പോൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച്. അങ്ങനെ നമ്മുടെ അരിഞ്ഞ വെച്ച ഇലയെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി മാറ്റി വെച്ച ഇലയിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് അവരുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇലക്കറിയെ വറ്റൽമുളകും വെളിച്ചെണ്ണയും ഉള്ളിയുമായി നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുകയാണ് പിടിക്കാനായിട്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് നേരെ ഒരു ബിസ്ക്കറ്റ് എടുത്തു. കാർമൽ ഫിംഗേഴ്സ് എന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചാണ്. നല്ലൊരു ബിസ്ക്കറ്റാണ്, നല്ലൊരു ബോക്സി ഡിസൈനിലേക്കാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാം കഴിഞ്ഞ് നമ്മുടെ കറി ആയോ നോക്കാനായിട്ട് നമ്മൾ നമ്മുടെ പാത്രം പൊന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ആവിയൊക്കെ പോകും, പക്ഷേ ഇതിൽ കാണാനില്ല. എനിക്ക് കാണാണ്ട്, പക്ഷേ വീഡിയോയിൽ അത് അത്ര വന്നില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മുമ്പ് തുറന്നു. പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും അടപ്പിച്ച് വെച്ചിട്ട് പിന്നെയും തുറന്നതാ. സാറിൽ അടുത്തേൽ പിടിക്കാം. അപ്പോൾ നല്ല പോലെ ഒന്നുകൂടി മിക്സാക്കി കൊടുക്കുക. ഇലക്കറിയാണല്ലോ, എല്ലാ ഭാഗത്തേക്കും പിടിക്കണമല്ലോ ശരിക്കും. അതുകൊണ്ടാണ് അത് അപ്പോഴാണ് ഒന്നുകൂടി സെറ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ചമ്മന്തി പോലെ ഇങ്ങനെ അടിഞ്ഞു പിടിഞ്ഞിരിക്കും. ഇതാകുമ്പോൾ എല്ലായിടത്തേക്കും ഒന്ന് എത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ. ആ വറ്റൽമുളകും ഉള്ളിയും എല്ലാം കൂടി ആ ഇലയിൽ പറ്റി പിടിച്ചിരിക്കണമൊക്കെ എന്താല്ലേ. അപ്പോൾ ഞാനിനി എൻ്റെ പരിപാടി നോക്കട്ടെ. നല്ല പരിപ്പും കുമ്പളങ്ങ കറിയും, ഒരു ഓംലേറ്റും, 2 പപ്പടവും, കുറച്ച് ബീഫും, പിന്നെ നമ്മുടെ ഇലക്കറിയും കൂടി ഞാനൊരു പിടുത്തം പിടിക്കട്ടെ. നിങ്ങളെല്ലാവരും ചോറുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.